അച്ഛനും ഇളയ മോനും തന്ന സമ്മാനമോ രണ്ടുപേരോട് പിടിച്ചു വെച്ച് അടിച്ചത് ആണ്. രണ്ടുപേരോട് പിടിച്ചു വെച്ച് അടിച്ചതാ. എൻ്റെ മാലയും പൊട്ടി ഇവിടുന്ന് ഇറങ്ങിപ്പോകാൻ പറഞ്ഞില്ലേ? ഒരുവനുണ്ടാക്കിയിട്ടതല്ല. നാടും മാനം ഉണ്ടെങ്കിൽ ഇറങ്ങിപ്പോ. ഇതിനെല്ലാം പ്രശ്നം എൻ്റെ പ്ലാനിങ് ആയിരുന്നു. എനിക്കറിഞ്ഞൂടെ എന്തൊക്കെ പറഞ്ഞൊരു കൊച്ചു പിടിച്ച് കുറേ ചീത്ത പിടിച്ച് നിന്റെ കഥവും ഇവിടെ പിടിച്ചുകൊണ്ട് എന്തൊക്കെ മാറുമെന്നും പറഞ്ഞ് അവർ രണ്ടടി നിന്നെ ആരൊക്കെ അടിച്ചത്? ലീഗലി പോവാം. നിന്നെ ഗർഭിണിയായിരുന്നപ്പോൾ ആരൊക്കെ അടിച്ചത്? പറ. എൻ്റെ വയറെന്ന് പറഞ്ഞാൽ പിടിച്ചിട്ട് പോലെ എത്ര ഒരു മക്കൾ ഇങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ അച്ഛനും അമ്മയും ഞാൻ പറയുക, ഇത് കേൾക്കാൻ വേണ്ടി പറയുക, സങ്കടമുള്ളതുകൊണ്ട് പറയുക. രണ്ട് മക്കളെ ഒരേ രീതിയിൽ സ്നേഹിക്കണം. ഇല്ലയെന്നുണ്ടെങ്കിൽ വളർത്താൻ നിൽക്കരുത്. ആദ്യമേ ഒഴിവാക്കിയേക്കണം. സീരിയസ് ആയിട്ട് അത്രയ്ക്ക് വിഷമമുണ്ടെന്ന് പറയുന്നത്. ഞാൻ ഇനി വീട്ടിൽ അനുഭവിക്കുന്ന കഷ്ടപ്പാടുകൾ നമ്മളിന്ന് പ്രൊമോഷൻ വീഡിയോ എടുത്തുകൊണ്ടിരുന്നപ്പോൾ അപ്പോൾ ഇതിലേക്കൂടെ പോയി ഏറ്റവും ഒന്ന് പറഞ്ഞതേ ഉള്ളൂ. അപ്പോഴത്തേക്ക് രണ്ടെണ്ണവും കൂടെ ഇറങ്ങി വന്ന് അടിയായി. ഞാൻ ഒറ്റയ്ക്ക് പിടിച്ച് മാറ്റാൻ അമ്മയെ ശ്രമിച്ചു. കുറേ ഇടിയിട്ട് ഇവിടെയൊക്കെ ഞാൻ തറ വീണ് എന്നെ കുറേ പറഞ്ഞിട്ട് ഇവരുടെയൊക്കെ മനസ്സിൽ ഇത്രയായിട്ടുണ്ട് ദേഷ്യമുണ്ടെന്ന് ഞാൻ മുറും വിളിച്ചുകൊണ്ടാണ് എന്നെ എത്ര ചീത്ത വിളിച്ചത്. ഞാനും എൻ്റെ കുടുംബം കുളത്തോട്ട് മൂടിയെന്ന് പറഞ്ഞ് തറയിലടിച്ച് കത്തി ചെയ്തിട്ട് പറഞ്ഞ് ഞാൻ ഉണ്ടാക്കിയ വീടാ, ഇവിടെ നിൽക്കാൻ പറ്റത്തില്ല, ഇറങ്ങിക്കോളാൻ. ഞാൻ എനിക്ക് തൊന്നിട്ട് ഞാൻ എൻ്റെ വയറ് വീണെടുക്കുന്നിട്ട് എനിക്ക് പോലും ചെയ്യാൻ പറ്റില്ല. എന്നെ ഈ കയ്യിലും ഇവിടെ പിടിച്ചടിച്ചു. വീണ്ടും വന്നടിക്കോ? നമുക്ക് പോവാട്ടോ. ഇവിടെ കിട്ടുകൊണ്ടിരിക്കും നിൽക്കുന്നത് എല്ലാത്തിനും കാരണം ഞാനാണ്. അമ്മയും പറയും 10 മാസം മുന്നേ ഒരു കുഴപ്പമില്ലായിരുന്നു. ഞാൻ മാറ്റി കുത്തിയ പിന്നെ ഞാൻ എന്ത് ചെയ്യുന്നു? ഞാൻ ഈ കുടുംബത്തിന് വേണ്ടി നിങ്ങളുടെ കൂടെ നിൽക്കുന്നില്ല. ഞാൻ എന്തെങ്കിലും ദോഷത്തിന് ഞാൻ വരുന്നുണ്ടോ? അവൻ ചെയ്യുന്നതിനെല്ലാം ഫലം കിട്ടുന്ന എനിക്ക്. അവരെ മോനെ കയറിയെന്നല്ലാണ്ട് ഇളയ മോനെ കയറുന്ന ഒരു ഗ്ലാസ് പാല് പോലും ഇട്ട് കൊടുത്തിട്ടില്ല. ചങ്കി തട്ടി പോലെ ഇവിടെ എല്ലാ കാര്യവും നോക്കുന്നത് ഞാനാ. ഈ വീട്ടിൽ ഇല്ല, പറ്റുന്നില്ല ഇവിടെ നിൽക്കാനിക്കൊണ്ട്. ഞാൻ തിരിച്ചെന്ന് പറയാൻ നിന്നപ്പോഴത്തേക്ക് കൊച്ചു അച്ഛനോട് എന്തൊക്കെയോ പറഞ്ഞു. എൻ്റെ തൻ്റെ ചീത്ത വിളിച്ച് എനിക്കറിഞ്ഞൂടെ അവരൊക്കെ എന്നോട് എന്തോ ചെയ്യുന്നെന്ന്.